Hello everyone, welcome back to my YouTube channel and to a new video. Today we are going to discuss the essay Simulacra and Simulation by Jean Baudrillard, which comes under PGS3 Critical Studies paper. So Simulacra and Simulation is a 1981 philosophical treatise by the philosopher and cultural theorist Jean Baudrillard, in which he seeks to examine the relationship between reality, symbols, and society, in particular the signification and symbolism of culture and media involved in constructing an understanding of shared existence. So what exactly is simulacra and simulation? What are its basic definition? Simulacra are copies that depict things that either had no original or that no longer have an original. Whereas simulation is the imitation of the operation of a real world process or system over time. സോ ബേസിക് ആയിട്ട് നമ്മൾ ഈ ഒരു എസ്സേയിൽ പറയുന്ന ഈ രണ്ട് വാക്കുകളുടെ ഡെഫിനിഷനാണ് നമ്മളിപ്പോൾ വായിച്ചത്. സിമുലാക്ര എന്ന് പറയുന്നത് കോപ്പിയാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിനൊരു ഒറിജിനൽ കാണത്തില്ല. കോപ്പി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതിനൊരു ഒറിജിനൽ, ഒരു സോഴ്സ് വേണം. പക്ഷേ ഇവിടെ ആ ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, വെറും ഒരു കോപ്പി മാത്രമാണ്. അത് എന്തിൻ്റെ കോപ്പിയാണെന്ന് നമുക്കൊരു പ്രൂഫില്ല. അതാണ് സിമുലാക്ര. അതേസമയം ഒരു റിയൽ വേൾഡ് പ്രോസസ്സ് ഇതേപോലെ തന്നെ നമുക്ക് വളരെയധികം റിയൽ ആണെന്ന് തോന്നുന്നു, പക്ഷേ എഗെയിൻ അത് വെറും ഒരു കോപ്പി മാത്രമായിരിക്കും. അതിനൊരു ഒറിജിനൽ ഇല്ല, പക്ഷെ അതേസമയം നമുക്കത് വളരെയധികം റിയൽ ആയിട്ട് തോന്നുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സിമുലേഷൻ എന്നും വിളിക്കുന്നത്. ഓക്കെ, so according to Baudrillard, what has happened in postmodern culture is that our society has become so reliant on models and map that we have lost all contact with the real world that preceded the map. Reality itself has begun merely to imitate the model which now precede and determine the real world. The territory no longer precedes the map, nor does it survive it. It is nevertheless the map that precedes the territory, the precision of simulacra that engenders the territory. So basically, according to Baudrillard, when it comes to postmodern simulation and simulacra, it is no longer a question of imitation, nor duplication, nor even parody. It is a question of substituting the sign of the real for the real. അതായത് ബോഡർലാഡ് പറയുന്നത് എന്താണ്? ഇപ്പോൾ ശരിക്കും നമ്മൾ ജീവിക്കുന്നത് തന്നെ സിമുലാക്രയുടെയും സിമുലേഷൻ്റെ ഒരു ലോകത്താണ്. അതായത് നമ്മൾ നോക്കുന്ന ഇടത്തെല്ലാം തന്നെ ഒരു കോപ്പി ആണ് കൂടുതൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഡസൻ ഹാവ് എൻ ഒറിജിനൽ, ഇറ്റ് ഡസൻ ഹാവ് എ റിയൽ സോഴ്സ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഫീൽസ് റിയലി റിയൽ. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വീഡിയോ ഗെയിംസ് തന്നെയാണ്. കാരണം 1981 ഈ എസ്സേ വരുന്ന സമയത്ത് ആ ഒരു കോൺസെപ്റ്റ് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 21st സെഞ്ച്വറിയിൽ നമുക്കത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് വീഡിയോ ഗെയിംസ്, പബ്ജി പോലത്തുള്ള, BGMI ബാറ്റിൽ ഗ്രൗണ്ട് പോലത്തുള്ള വീഡിയോ ഗെയിംസ് ഒക്കെ എടുക്കുകയാണെങ്കിലും നമുക്കിത് കാണാൻ പറ്റും. അവിടെ ഒരു ലോകം തന്നെ ഉണ്ടാവുകയാണ്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോരോ സ്ഥലങ്ങൾ, ഓരോ ക്യാരക്ടേഴ്സ്, ഓരോ ടാസ്കുകൾ, ഓരോ വെപ്പൺസ് എല്ലാം തന്നെ ആ ഒരു ലോകത്തിന് മാത്രമായിട്ടുള്ളതാണ്. പക്ഷെ അത് റിയൽ ആണോ? അല്ല. അതെന്തിൻ്റെയോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു കോപ്പിയാണ്, ഏതോ ഒരു ലോകത്തിൻ്റെ ഒരു കോപ്പിയാണ്. പക്ഷെ അതിനൊരു ഒറിജിനൽ സോഴ്സ് ഉണ്ടോ? എന്തിൻ്റെ കോപ്പിയാണത് എന്നുള്ള ക്വസ്റ്റ്യനുകൾക്ക് നമുക്കൊരു ആൻസർ ഇല്ല. ഇറ്റ് ഡസൻ ഹാവ് എ റിയൽ സോഴ്സ് ഓർ ഒറിജിനൽ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഫീൽസ് റിയലി റിയൽ. ഈ ഒരു വീഡിയോ ഗെയിംസിൽ നമ്മൾ ഹെഡ്സെറ്റും ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ച് കയറുമ്പോൾ നമുക്കത് ശരിക്കും ഒരു ലോകമാണ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ട്. പക്ഷേ റിയാലിറ്റി എന്താണ്? ആക്ച്വാലിറ്റി എന്താണ്? അത് ഒരിക്കലും റിയാലിറ്റി അല്ല, റിയൽ അല്ല. ബട്ട് ഇറ്റ് ഫീൽസ് റിയൽ. ദാറ്റ്സ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. Baudrillard is not merely suggesting that postmodern culture is artificial, because the concept of artificiality still requires some sense of reality against which to recognize the artifice. His point, rather, is that we have lost all ability to make sense of the distinction between nature and artifice. To clarify his point, he argues that there are 3 orders of simulacra. അപ്പോൾ
ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റും ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ് അല്ലെങ്കിൽ കോപ്പീസ് ആണ് നമ്മൾ കൂടുതലും കാണുന്നത്. ബേസിക്കലി ഈ ഒരു വീഡിയോ ഗെയിം എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വെർച്വൽ റിയാലിറ്റി, ഇതിലൂടെയൊക്കെ നമ്മൾ കാണുന്നതെല്ലാം തന്നെ എന്തിൻ്റെയോ ഒരു കോപ്പിയാണ്. ഒരു സോഴ്സ് ഇല്ലാത്ത, ഒത്തൻറ്റിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കോപ്പി മാത്രമാണ്. പക്ഷെ അതേസമയം നമുക്കത് ഒരുപാട് ലൈഫ് ആയിട്ട് തോന്നുന്നു, ശരിക്കും ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ശരിക്കും ബോഡ്രിലാർഡ് പറയുന്നത് നമുക്ക് ആ ഒരു ഡിസ്റ്റിങ്ഷൻ നഷ്ടപ്പെട്ടു പോയി. ഏതാണ് റിയൽ ഏതാണ് ഫേക്ക് എന്ന് നമ്മൾക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ രീതിയിൽ ഈ ഒരു സിമുലേഷൻ, അതുപോലെ സിമുലാക്ര എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ ലൈഫിനെ ബാധിച്ചു കഴിഞ്ഞു. അതിലൂടെ അദ്ദേഹം ഈ ഒരു പോയിന്റ് അദ്ദേഹം കുറച്ചും കൂടി പ്രൂവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം 3 ഓർഡർ പറയുന്നുണ്ട് സിമുലാക്രയുടെ. So he talks about the 3 orders of simulacra. In the first order of simulacra, which he associates with the pre-modern period, the image is a clear counterfeit of the real. The image is recognized as just an illusion, a place marker for the real. അപ്പോൾ ആദ്യത്തെ ഓർഡറിൽ എന്താണ്, ഒരു കൗണ്ടർഫീറ്റ് ഉണ്ട്, അതായത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. പക്ഷെ എന്താണ് എൻ്റെ പ്രത്യേകത? ഈ ഒരു ഇമേജിന് ഇലൂഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഫേക്കാണ് അല്ലെങ്കിൽ കോപ്പിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഡിസ്റ്റിങ്ഷൻ, ഏതാണ് റിയൽ ഏതാണ് ഫേക്ക് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഫസ്റ്റ് ഓർഡർ. In the second order of simulacra, which Baudrillard associated with the Industrial Revolution of the 19th century, the distinction between the image and the representation begin to break down because of mass production and the proliferation of copies. Such production misrepresent and mask an underlying reality by imitating it so well, thus threatening to replace it. For example, in photography or ideology, however, there is still a belief that through critique or effective political action, one can still access the hidden fact of the real. അപ്പോൾ ആദ്യത്തെ ഓർഡറിൽ നമ്മൾ എന്താണ്, പ്രീ മോഡേൺ പീരീഡ് ആയിരുന്നു. ഒരു കോപ്പി ഉണ്ടെങ്കിൽ തന്നെ അത് കോപ്പിയാണ്, ഇലൂഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ രണ്ടാമത്തെ ഓർഡറിൽ വരുമ്പോൾ കൂടുതലും ഇതൊരു 19th സെഞ്ച്വറിയിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഒരു കാലത്തായിരുന്നു. മാസ് പ്രൊഡക്ഷൻ ആയിരുന്നു. ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പല തരത്തിലുള്ള കോപ്പീസ് മാസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഡിസ്റ്റിങ്ഷൻ ഇവിടെ കുറച്ച് ബ്ലർ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ വരുമ്പോൾ ഏതാണ് പ്രോഡക്റ്റ്, ശരിക്കുള്ള പ്രോഡക്റ്റ്, ഏതാണ് ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകുന്നു. ആ ഒരു ഡിവിഷൻ ഉണ്ടല്ലോ, ഏതാണ് റിയൽ ഏതാണ് ഫേക്ക് എന്നുള്ളൊരു ഡിവിഷൻ, അത് കുറച്ച് അന്നൊരു കോട്ടം തട്ടുന്നുണ്ട്. നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ സമയത്ത് പോലും അത് അത്യാവശ്യം പൊളിറ്റിക്കൽ ആക്ഷനോ അല്ലെങ്കിൽ ക്രിട്ടീക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ഇലൂഷൻ എന്ന് ഏതാണ് കോപ്പി എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നേരത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാകുന്നു. In the third order of simulacra, which is associated with the postmodern age, we are confronted with the precision of simulacra. That is, the representation precedes and determines the real. There is no longer any distinction between reality and its representation. There is only the simulacrum. തേർഡ് ഓർഡർ വരുമ്പോഴേക്കും ഈ ഡിസ്റ്റിങ്ഷൻ ശരിക്കും ഇല്ലാതാകുന്നു. അതായത് ശരിക്കും കോപ്പിയാണ് റിയലിനെ പ്രിസീഡ് ചെയ്യുന്നത്, കോപ്പിയാണ് റിയലിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് ഏതാണ് റിയൽ ഏതാണ് കോപ്പി എന്ന് നമുക്ക് ഒരു രീതിയിലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കൂടുതലും നമ്മൾ ആ കോപ്പിയെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം എന്താ, അത്രമാത്രം അത് ഒരു റിയൽ ആയിട്ട് നമുക്ക് തോന്നുന്നു. ഓക്കെ, ഇതാണ് സിമുലാക്രയുടെ 3 ഓർഡർ. And Baudrillard points to a number of phenomena to explain this loss of distinction between reality and simulacra. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു തേർഡ് ഓർഡർ ഓഫ് സിമുലാക്രയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പോസ്റ്റ് മോഡേൺ ഏജ് ആയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഈ വീഡിയോ ഗെയിംസാണ് ബെസ്റ്റ് എക്സാമ്പിൾ. നമുക്ക് ഏതാണ് ശരിക്കുള്ള ലോകം ഏതാണ് ഫേക്ക് ആയിട്ടുള്ള ലോകം എന്ന് നമുക്ക് മനസ്സിലാകുന്നേ ഇല്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫിനോമിനൻ കൂടി അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ആദ്യത്തേത് മീഡിയ കൾച്ചറാണ്. കണ്ടംപററി മീഡിയ സച്ച് ആസ് ടെലിവിഷൻ, ഫിലിം, മാഗസീൻ, ബിൽബോർഡ്, ഇൻ്റർനെറ്റ് എക്സെട്ര are concerned not just with the relying information or story but with interpreting our most private self of ourselves, making us approach each other and the world through the lens of these media images. We therefore no longer acquire goods because of the real need, but because of the desire that are increasingly defined by commercials and commercialized images.
which keep us at one step removed from the reality of our body or the world around us. മീഡിയ കൾച്ചർ വേറൊന്നുമില്ല, നമ്മൾ എങ്ങനെ ചിന്തിക്കണം അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ ആവശ്യങ്ങളെയും മീഡിയയാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. ടെലിവിഷൻ ആണെങ്കിലും അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിലും കമേഴ്ഷ്യൽസ് ആണെങ്കിലും ബിൽ ബോർഡ് ആണെങ്കിലും എല്ലാം തന്നെ ഒരുപക്ഷെ നമുക്ക് ഒരു ഉപയോഗമില്ലാത്ത വസ്തുവായിരിക്കും അവർ അഡ്വർടൈസ് ചെയ്യുന്നത്. പക്ഷെ അവർ എടുത്തിരിക്കുന്ന രീതി, അതിൽ പറയുന്ന ഡയലോഗ്സ്, അത് പ്രൊമോട്ട് ചെയ്യുന്ന ആക്ടേഴ്സ്, ആ ഒരു രീതിയിൽ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ആവുകയും നമുക്ക് ശരിക്കും ആവശ്യമില്ലാത്തൊരു പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ വാങ്ങിച്ചു വെക്കും. കാരണം എന്താണ്? ഇറ്റ്സ് ദി ട്രെൻഡ്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ അത് വാങ്ങിച്ചു, എൻ്റെ കസിൻ ഇത് വാങ്ങിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ വാങ്ങിക്കാതിരുന്നാൽ അത് മോശമല്ലേ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. അത് മാത്രമല്ല, ഇതാണ് ട്രെൻഡ്, അതാകുമ്പോൾ എല്ലാ വീട്ടിലും ഇന്ന പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇല്ലാതിരിക്കുന്നത് ഒരു മോശമാണ്, ഒരു കുറവാണെന്ന രീതിയിൽ നമുക്ക് ചിന്ത തോന്നുന്നു. അങ്ങനെ നമ്മൾ പല പ്രോഡക്ട്സും വീട്ടിൽ വാങ്ങിച്ച് വെക്കാറുണ്ട്. ഒരു ആവശ്യമില്ലെങ്കിൽ പോലും ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ, ആ ഒരു ഇമേജിൻ്റെ പവറാണത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മൂവീസ്, സീരിയൽസ് എല്ലാം തന്നെ നമ്മളുടെ ചിന്താഗതിയെയും നമ്മുടെ കാഴ്ചപ്പാടിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു മീഡിയ കൾച്ചറിലൂടെ വരുന്നത്. അതിലൂടെ എഗെയിൻ നമ്മുടെ ആ ഒരു ഡിസ്റ്റിങ്ഷൻ നശിക്കുകയാണ്. ഏതാണ് ശരിക്കുള്ള ഒരു കാഴ്ചപ്പാട്, അതുപോലെ തന്നെ ഏതാണ് കോപ്പി എന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. മീഡിയ എന്താണോ പറയുന്നത് കൂടുതലും നമ്മൾ അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മളുടെ രീതിയിലുള്ളൊരു ചിന്ത അവിടെ നടക്കുന്നില്ല. അവർ പറയുന്നു ഇതാണ് റിയൽ ന്യൂസ് എന്നത്, നമ്മൾ അതിനെ അതുപടി തന്നെ എടുക്കുന്നു. And the second one is exchange value. According to Karl Marx, the entrance into capitalist culture meant that we ceased to think of the purchased good in terms of use value, in terms of the real use to which an item will be put. Instead, everything began to be translated into how much is it worth, into what it can be exchanged for. Once money becomes a universal equivalent against which everything in our life is measured, things lose their material reality. We begin even to think of our own terms in terms of money rather than in terms of the real things we hold in our hand. How much is my time worth? How does my conspicuous consumption define me as a person? According to Baudrillard, in the postmodern age, we have lost all sense of use value. It is all capital. നമ്മൾ ആദ്യം പറഞ്ഞ മീഡിയ കൾച്ചറായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു പോയിൻ്റാണ്. മീഡിയ കൾച്ചറിൽ മീഡിയ കാണിക്കുന്നതൊരു കൂടുതലും ഒരു കോപ്പിയാണ്. ഒരു ന്യൂസ് ആയാലും എന്ത് കാര്യമാണെങ്കിലും അതൊരു കോപ്പിയാണ്, ഒരു സോഴ്സ്, ഒത്തൻറ്റിക് ആയിട്ടൊരു സോഴ്സ് ഇല്ലാത്തൊരു കോപ്പിയാണ്. പക്ഷെ നമ്മൾ ആ കോപ്പിയെ തന്നെ റിയൽ ആണെന്ന രീതിയിൽ എടുക്കുന്നു. അതുപോലെ തന്നെയാണ് എക്സ്ചേഞ്ച് വാല്യൂ കാര്യം വരുമ്പോഴേക്കും മാർക്സിസ്റ്റ് ഫിലോസഫിയാണ് കൂടുതലും ഒരു പ്രോഡക്റ്റിൽ നമ്മൾ യൂസ് വാല്യൂ ആണ് നോക്കേണ്ടത്. അതായത് അതെങ്ങനെയാണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, അതിൻ്റെ ഉപയോഗത്തിൻ്റെ വില അനുസരിച്ചാണ് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ മണി ഒരു ഫാക്ടറായിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു ഉപയോഗത്തെക്കാട്ടിലും കൂടുതൽ അതിൻ്റെ വിലയാണ് നോക്കുന്നത്. നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച് പ്രോഡക്റ്റ് ആണോ എന്ന് വെച്ചാൽ നമ്മുടെ പൈസയ്ക്ക് പറ്റിയതാണോ ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നു. അതിൻ്റെ ഉപയോഗമുണ്ടോ അതൊക്കെ സെക്കൻഡറി ആണ്, അല്ലെങ്കിൽ ടേർഷ്യറി ആണ്. അതിൻ്റെ ഉപയോഗം, അതിൻ്റെ ആവശ്യകത എല്ലാം തന്നെ നമ്മൾ ബാക്കിലേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ്. നമ്മുടെ ഒരു ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് അതിന് എത്ര വിലയാണ്, എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ. എഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ആ ഒരു എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് അതുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിക്കാതിരുന്നാൽ അത് മോശമാണ് എന്നുള്ളൊരു രീതിയിലുള്ളൊരു ചിന്താഗതി, അതാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും യൂസ് വാല്യൂവിനെക്കാട്ടിലും ഇപ്പോൾ എക്സ്ചേഞ്ച് വാല്യൂവിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അതുപോലെ തന്നെ ഒരു പണം ഉപയോഗിച്ച് നമ്മളെല്ലാം എല്ലാ കാര്യങ്ങളും കാണുന്നു. ആ ഒരു ചിന്താഗതിയും കൂടി നമ്മുടെ ഒരു ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പോൾ എഗെയിൻ ഈ ഒരു മണി അല്ലെങ്കിൽ ഈ ഒരു പണം എന്നുള്ളൊരു കോൺസെപ്റ്റും ഇറ്റ്സ് ജസ്റ്റ് എ കോപ്പി, ഇറ്റ്സ് നോട്ട് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് സൊസൈറ്റി തന്നെയാണ് കൊടുത്തത്. പൈസ എന്ന് പറയുന്നത് അത്രയും വേർത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റൂ എന്നുള്ളത്. ഈ ഒരു മണി എന്നുള്ളൊരു കോൺസെപ്റ്റ് പോലും ഹ്യൂമൻ മെയ്ഡ് ആണ്. ഇറ്റ്സ് നോട്ട് ഡിവൈൻ, ഇറ്റ്സ് നോട്ട് ഗോഡ് ഗിഫ്റ്റഡ്.
പക്ഷേ ഈ ഒരു കാര്യത്തെ നമ്മൾ അത് റിയൽ ആയിട്ട് കാണുന്നു, അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല, ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു, ജീവിതം ഇല്ലാതാകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നു. സോ അഗെയിൻ ദർ ഇസ് ദി ഡിസ്റ്റിങ്ഷൻ, ലോസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വാട്ട് ഇസ് റിയൽ ആൻഡ് വാട്ട് ഇസ് എ കോപ്പി. അതാണ് ഇവിടെ പറയുന്നത്. ശരിക്കും യൂസ് വാല്യൂവിനാണ് ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പക്ഷെ നമ്മൾ എക്സ്ചേഞ്ച് വാല്യൂവിന് അല്ലെങ്കിൽ ആ ഒരു മണിക്കാണ് കൂടുതലും, അതിനെയാണ് റിയൽ എന്ന രീതിയിൽ വിചാരിച്ചുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. And then the third thing is multinational capitalism. As the things we use are increasingly the product of complex industrial process, we lose touch with the underlying reality of the good we consume. Not even national identity functions in a world of multinational corporation. According to Baudrillard, it is capital that now defines our identity. We thus continue to lose touch with the material fact of the laborer, who is increasingly invisible to the consumer oriented towards retail or outlet or the even more impersonal internet. A common example of this is the fact that most consumers do not know how the product they consume are related to the real life things. How many people could identify the actual plant from which is derived the coffee bean? Starbucks, by contrast, increasingly define our urban realities. സോ അടുത്തത് മൾട്ടിനാഷണൽ ക്യാപിറ്റലിസം ആണ്. എഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ പൈസയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ്? റിയൽ ആയിട്ടുള്ള ആ ഒരു ലേബറിനെയാണ് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നത്. ശരിക്കും എന്താണ് റിയൽ എന്നതിൽ വരുന്നത്? ആ ഒരു കഷ്ടപ്പാട്, ആ ഒരു ലേബറേഴ്സിൻ്റെ ദെയർ സ്വെറ്റ്, ദെയർ ബ്ലഡ്, ദെയർ എവറിത്തിങ്, അവരുടെ എഫേർട്ട്, അതാണ് റിയൽ. പക്ഷെ കോപ്പി എന്താണ്? ആ ഒരു പ്രോഡക്റ്റ്. നമ്മൾ കോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ കോപ്പിയും ആ ഒരു പ്രോഡക്റ്റും അതിൻ്റെ വിലയും മാത്രമാണ് ചിന്തിക്കുന്നത്. ആ ഒരു ലേബറേഴ്സിനെ കുറിച്ച് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇത് കൂടുതലും നമുക്കിപ്പോൾ കർഷകരുടെ കാര്യം എടുക്കാൻ പറ്റും. നമ്മളെല്ലാവരും തന്നെ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ കൂടുതലും റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ആഹാരങ്ങൾ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ആഹാര സാധനങ്ങൾ മാർക്കറ്റിൽ എത്തുന്നെങ്കിൽ അതൊരു കർഷകൻ്റെ വിയർപ്പും അധ്വാനവും കൊണ്ട് മാത്രമാണ്. മാസ് പ്രൊഡക്ഷൻ്റെ കാലമാണെങ്കിലും കൂടുതലും ഈ ഒരു കൃഷിയും ആ ഒരു ഫാക്ടറായിട്ടൊന്നുണ്ട്. പക്ഷെ ഒരു കർഷകൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ കൂടുതലും ന്യൂസിൽ ഇപ്പോൾ കാണാറുണ്ട്. അവരെത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഓരോ വിളയും എടുക്കുന്നതെന്ന്. പലപ്പോഴും അവർക്ക് നഷ്ടത്തിലാണ് ഓരോ കാരണങ്ങൾ കൊണ്ട്. പക്ഷേ ഇത് നമ്മൾ വെറും ന്യൂസായിട്ട് തന്നെ കാണുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റോ FB പോസ്റ്റോ ആയിട്ട് മാത്രം നമ്മൾ കാണുന്നു. ഒന്നെങ്കിൽ ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ പിന്നീട് ഒന്നും തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ ഒരു റിയാലിറ്റിയാണ് നമുക്കിവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് കോഫി ബീൻസ് എല്ലാവർക്കും അറിയാം. കോഫിയുടെ അഡ്വർടൈസ്മെൻറ്റ് എല്ലാവർക്കും അറിയാം. അതിലെ ആക്ട്രസ് ആക്ട് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് അറിയാം. അതിൻ്റെ ടൈറ്റിൽ എല്ലാം തന്നെ അറിയാം. നമ്മൾ വാങ്ങിക്കാറുണ്ട്, കുടിക്കാറുണ്ട്, അതിൻ്റെ പിക്ക് എടുത്ത് ഇടാറുണ്ട്, എല്ലാം തന്നെ ചെയ്യാറുണ്ട്. പക്ഷെ ആക്ച്വലി ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്കറിയാമോ? ഇതെവിടെയാണ് വന്നതെന്നും അതിൻ്റെ ഒരു ചെടി പോട്ടെ, ഈ ഒരു കോഫി ബീൻ്റെ പ്ലാന്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? കൂടുതൽ ആൾക്കാർക്കും പറ്റത്തില്ല. അതുതന്നെയാണ് ബോർഡറിലായത് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. നമ്മൾ എത്രമാത്രം ഡിറ്റാച്ച്ഡ് ആകുന്നു, അതായത് റിയാലിറ്റി ആയിട്ടുള്ള ഈ ഒരു ലേബറേഴ്സിൻ്റെ എഫേർട്ട് ഒന്നും തന്നെ നമ്മൾ കൂടുതലും കാണാതെ പോകുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലെങ്കിലും ഇഗ്നോർ ചെയ്യുന്നു. മാത്രമല്ല ഒരു കോപ്പി ആയിട്ട് അവിടെ നിൽക്കുന്ന ഈ ഒരു മണി എന്നുള്ളൊരു കോൺസെപ്റ്റിൻ്റെ പുറകെയാണ് നമ്മൾ പോകുന്നത്. And the fourth thing is urbanization. As we continue to develop available geographical location, we lose touch with any sense of the natural world. Even natural spaces are now understood as protected, which is to say that they are defined in contradiction to an urban reality, often with signs to point out just how real they are. Increasingly, we expect the sign to precede access to nature. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ആ ഒരു അർബനൈസേഷൻ, ആ ഒരു ഗ്ലോബലൈസേഷൻ്റെ ആ ഒരു ഗ്രോത്താണ്. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ശരിക്കും നേച്ചറിൽ നിന്ന് അത്രയും മാത്രം അകന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ പല ഏരിയാസും നമ്മൾ പ്രൊട്ടക്റ്റഡ് എന്ന ലേബിൾ കൊടുത്ത് വിളിക്കുന്നു. എഗെയിൻ
ദാറ്റ് ഈസ് എ കോപ്പി. കാരണം ആ ഒരു കാടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മളുടെ അർബനൈസേഷൻ കാരണമാണ് നമ്മൾ ആ ഒരു ഏരിയയ്ക്ക് പ്രൊട്ടക്റ്റഡ് എന്ന ലേബിൾ അന്ന് സംരക്ഷിച്ച് പോകുന്നത്. നമ്മളെല്ലാവരും തന്നെ ഉള്ള ഒരു സ്ഥലത്ത് എന്താണ് ജീവിക്കാൻ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഈ ഏരിയാസ് പല കാടുകളെയും അത് തന്നെ അവിടെ തന്നെ വെക്കാം. ഈ ഒരു പ്രൊട്ടക്റ്റഡ് എന്ന ലേബിളൊന്നും കൊടുക്കാതെ തന്നെ സംരക്ഷിച്ച് പോകാം. പക്ഷെ നമ്മൾ ചെയ്യാറില്ല. നമ്മൾ കൂടുതലും പ്രോഫിറ്റിൻ്റെ പുറകെയാണ് പോകുന്നത്. വലിയ വില്ലാസും അപ്പാർട്ട്മെൻറ്റ്സും അങ്ങനത്തെ ഹൈ പ്രോഫിറ്റ് പ്രോജക്ട്സിന് പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് കാടുകൾ നശിക്കുന്നത്. ആ ഒരു അർബനൈസേഷൻ അത് കാരണമാണ് നമ്മൾക്ക് ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്നുള്ള രീതിയിൽ നമുക്കവിടെ വരുന്നത്. അഗെയിൻ, വാട്ട് ഇസ് ദ റിയാലിറ്റി? ദ റിയാലിറ്റി ഇസ് ദാറ്റ് വി ആർ ബിക്കമിങ് റിയലി സെൽഫിഷ്. വി ആർ ഗോയിങ് ആഫ്റ്റർ പ്രോഫിറ്റ്, ബട്ട് വി ആർ നോട്ട് realizing it or accepting it. We are just focusing on the copy or the simulacra of these protected areas. And last and final phenomenon or example is language and ideology. Baudrillard illustrates how in such subtle ways language keeps us from accessing reality. The early understanding of ideology was that it hid the truth, that it represented a false consciousness. As Marxists phrase it, keeping us from seeing the real workings of the state, of economic forces, or of dominant group in power. Postmodernism, on the other hand, understands ideology as the support for our very perception of reality. There is no outside of ideology, according to this view, at least no outside that can be articulated in language. Because we are so reliant on language to structure a perception, any representation of reality is always already ideological, always already constructed by simulacra. Again, ideology ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. കാരണം എന്താ, പോസ്റ്റ് മോഡേൺ ഏജിൽ നമ്മൾ വിചാരിക്കുന്നത് ഐഡിയോളജി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആണ്, ഫിലോസഫിക്കലാണ്. അതിന് പിന്നിൽ ഒരു അതിന് അതീതമായിട്ടൊരു ചിന്താഗതിയും ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലാംഗ്വേജിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ എല്ലാം തന്നെ ലാംഗ്വേജാണ് കൺട്രോൾ ചെയ്യുന്നത്. സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും എഴുതുന്നതും എല്ലാം തന്നെ നമ്മൾ ഏത് ബുക്സാണോ വായിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏത് മീഡിയ ആണോ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, ആ മീഡിയയിൽ എഴുതി കാണിക്കുന്നതും പറയുന്നതും എല്ലാം തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, ഇതിനെല്ലാം തന്നെ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതിലൂടെ തന്നെയാണ് ഐഡിയോളജീസും വരുന്നത്. ഇപ്പോൾ ജെൻഡർ ഇക്വാളിറ്റി അതൊരു ഐഡിയോളജിയാണ്. അതേസമയം ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുന്നവരുമുണ്ട്. ഇതിൻ്റെ ഒരു ഇക്വാളിറ്റിയുടെ ആവശ്യമില്ല എന്നുള്ള ചിന്താഗതിയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഐഡിയോളജിയാണ്. ഏതാണോ പവർഫുള്ളായിട്ട്, ഏതാണോ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐഡിയോളജി, അതിനായിരിക്കും കൂടുതലും മഹത്വം ഉള്ളത്. ഡോമിനൻ്റ് ആയിട്ടുള്ള ഐഡിയോളജി ആയിരിക്കും എപ്പോഴും സൊസൈറ്റിയിലും എല്ലാവരും ഒരു ഇൻവിസിബിൾ റൂൾ പോലെ തന്നെ ഫോളോ ചെയ്യുന്നത്. ആ ഒരു ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആൾ നല്ല ആളാണെന്നും അതിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആൾ ഒരു രീതിയിൽ അൺസിവിലൈസ്ഡ് ആണ്, അല്ലെങ്കിൽ സൊസൈറ്റിക്കെതിരെയാണ് എന്നുള്ള രീതിയിലും നമ്മൾ കാണാറുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. അതാണ് കൂടുതലും ഈ ഒരു പോയിന്റിൽ വരുന്നത്. സോ ഐഡിയോളജി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഒരു ഡോമിനൻ്റ് ആയിട്ടൊരു ഐഡിയോളജി ഉണ്ടെങ്കിൽ അത് റിയൽ ആണെന്ന് എല്ലാവരും വിചാരിക്കുന്നു. പക്ഷെ ശരിക്കും ഈ ഒരു ഐഡിയോളജി ആരാണ് തുടങ്ങിയതെന്നോ എവിടെ നിന്നാണ് വന്നതെന്നോ ഇതിനൊരു സോഴ്സ് ഉണ്ടാകും. പക്ഷെ സോഴ്സ് അവിടെ ഒന്നെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ അതവിടെ എക്സിസ്റ്റ് ചെയ്യാതെ പോകുന്നു. ഇറ്റ്സ് ജസ്റ്റ് എ കോപ്പി. ഐഡിയോളജി ഇസ് ജസ്റ്റ് എ കോപ്പി ഓഫ് സംതിങ്. കാരണം ആ റിയൽ സോഴ്സ് അവിടെ ഇല്ലാതാകുന്നു. അപ്പോൾ അത് എന്തിൻ്റെ ഒരു കോപ്പിയാണ് ഈ ഒരു ഏത് ഐഡിയോളജി ആണെങ്കിലും. പക്ഷേ ഈ പറയുന്ന വാക്കുകൾ, ഈ ഐഡിയോളജിയിൽ പറയുന്ന എന്ത് റൂൾസ് ആണെങ്കിലും അത് തന്നെ നമ്മൾ റിയൽ ആണ്, ഇതാണ് സത്യം, അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഹൗ Baudrillard gives certain phenomena as example of simulacra. ഇതിൽ എസ്സേയിൽ അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിസ്നിലാൻഡ് ആണ്. കാരണം ഡിസ്നിലാൻഡ് എന്ന് പറയുന്നത് ഒരു കോപ്പിയാണ്. നമ്മൾ ആ ഒരു ലോകത്തേക്ക് ചെല്ലുമ്പോഴേക്കും പ്രിൻസസസ്, പൈററ്റ്സ്, അങ്ങനത്തെ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ കാണുന്നു. ഒരു ലോകം തന്നെയാണത്. പക്ഷെ അത് എന്തിൻ്റെ കോപ്പിയാണ്?
we don't have an answer because it doesn't have a real source. It doesn't have an original. എന്തിൻ്റെയോ ഒരു കോപ്പിയാണ്. പക്ഷെ അത് റിയലായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. കാരണം നമ്മൾ ആ ഒരു ലോകത്തേക്ക് പോകുമ്പോഴേക്കും, ആ ഒരു ഡിസ്നി ലാൻഡിലേക്ക് പോകുമ്പോഴേക്കും നമുക്കെല്ലാം തന്നെ റിയൽ ആയിട്ട് തോന്നുന്നു. അവിടെ വരുന്ന ക്യാരക്ടേഴ്സ്, ആ ഒരു കോസ്റ്റ്യൂമിൽ വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ നമുക്ക് റിയൽ ആയിട്ട് തോന്നുന്നു. ദി പ്രിൻസസസ്, ദി ഡിസ്നി ക്യാരക്ടേഴ്സ്, പൈററ്റ്സ്, മെർമെയ്ഡ്സ്, എവ്രിതിങ്. അതാണ് അദ്ദേഹം മെയിനായിട്ടൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്. കാരണം ഡിസ്നിലാൻഡ് എന്തിൻ്റെയോ ഒരു കോപ്പിയാണ്, റിയൽ അല്ല, ഒരു സോഴ്സ് ഇല്ലാത്തൊരു കോപ്പിയാണ്. പക്ഷെ അതേസമയം അത് നമുക്ക് കോപ്പിയായിട്ട് തോന്നുന്നില്ല, നമുക്കത് വളരെയധികം റിയൽ ആയിട്ടാണ് തോന്നുന്നത്. അതേസമയം നമുക്ക് ഈ ഒരു 21st സെഞ്ച്വറി നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാൻ പറ്റുന്ന എക്സാമ്പിളാണ് വീഡിയോ ഗെയിം. കാരണം നമ്മൾ എഗെയിൻ ഒരു ലോകത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അവിടുത്തെ ക്യാരക്ടേഴ്സ്, അവിടെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അവിടെ ഉപയോഗിക്കുന്ന ഒരു തിങ്കിങ്, ഇത് പറഞ്ഞ പോലെ ഐഡിയോളജി കാണും. കുറേ ഐഡിയോളജിയും റൂൾസും എല്ലാം തന്നെ കാണും. കോസ്റ്റ്യൂം കാണും, കോസ്പ്ലേസ് കാണും, വെപ്പൻസ് കാണും. ഇതൊക്കെ എന്തിൻ്റെ ഒരു കോപ്പിയാണ്. എന്താണ് ഇതിൻ്റെ ഒരു സോഴ്സ് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ല. ദർ ഇസ് നോ ഒറിജിനൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഡസ് ഇറ്റ് ഫീൽ റിയൽ? യെസ്. അതാണ് അവിടെ ഒരു മെയിൻ ആയിട്ടുള്ള സിമുലാക്ര സിമുലേഷൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ that's the end of the video. I hope this is now somewhat understandable. If yes, do like the video and you can share your opinions as well. So I'll see you in the next video. Till then, take care. Thank you for listening.